ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ചധികം മല്ലിയിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇലയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചധികം ഒരു 10-15ഓളം വെളുത്തുള്ളി ഇലയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു 3 ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി ഒരു ചെറിയ പീസ് പുളി അതിൻ്റെ ആ കുരു ഇല്ലാത്ത ഭാഗം നോക്കി ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണ്ട, കുറച്ചൊന്ന് ക്രഷ് ആക്കി ഒന്ന് ചതച്ച രൂപത്തിൽ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം വേണമെങ്കിൽ ഒരു ഇടികല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുത്താലും മതി. അപ്പം ഞാൻ എളുപ്പ വഴിക്ക് മിക്സിയിലിട്ട് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദാണ്ടെ ഈ കത്തിരിക്ക ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ വലിയ 2 കത്തിരിക്ക എടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് നീളത്തിൽ ദാണ്ടെ ഇതുപോലെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ് മുറിച്ചെടുത്തേക്കുന്നത്. നീളത്തിലാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. വലിയ കനത്തിലൊന്നും അല്ല. അപ്പോൾ ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു കത്തിരിക്ക അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇട്ടപ്പോഴാണ് അരിയാതെ ഒരു പീസ് ഇവിടെ മാറി കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. അത് അരിഞ്ഞങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും കനത്തിലൊക്കെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ എണ്ണയിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ കളറൊക്കെ ഒന്ന് മാറി വന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവേ. ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ദാണ്ടെ നമ്മുടെ കത്തിരിക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. വേണമെങ്കിൽ എണ്ണ ചേർത്ത് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വീണ്ടും ഒഴിക്കേണ്ടി വരും. പിന്നെ ഈ പാൻ കണ്ടോ അതിൻ്റെ അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുത്തത്. ഇപ്പം ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു സവാള, ഒരു കുഞ്ഞു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഒരുപാട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പാകം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ദാണ്ടെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാനൊന്ന് പ്യൂരി ആക്കിയതാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു തക്കാളിയാണ്. പിന്നെ ഇതിങ്ങനെ അരച്ച് ചേർക്കണമെന്ന് തന്നെ ഇല്ല. ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊന്ന് അരച്ച് ചേർത്തതാണ്. ഇനി നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ മല്ലിയിലേൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ ഉള്ളത് പറ്റിപ്പിടിച്ചിരിക്കുന്നതും അടപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതും എല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ തക്കാളിയിലെയും ഒക്കെ വെള്ളത്തിൻ്റെ ആ നനവൊക്കെ ഒന്ന് മാറി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കത്തിരിക്ക വെച്ച് ഞാൻ ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതായത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിലെല്ലാം ഒന്ന് പിടിച്ചു വരുന്ന ആ ഒരു സമയം വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ദാണ്ടെ സംഭവം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയില്ലേ. അപ്പം ഒരു വട്ടമെങ്കിലും കത്തിരിക്കയോ അല്ലെങ്കിൽ പച്ച കളർ വഴുതനങ്ങയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണമെന്നില്ല. ഇത് മാത്രം വെച്ച് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മിക്സ് ആക്കിയാൽ മതി. നമുക്കിനി ആ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി, ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ആക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങയുടെ റെസിപ്പിയാണ്, അല്ലെങ്കിൽ കത്തിരിക്ക റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.